പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഏറ്റവും സുന്ദരമായ ഒരു തിരിവിലേക്കാണ് നമ്മൾ പോകുന്നത്. ശിവൻ പറയുന്നു, ശ്വാസത്തിന് തിരിവ് സംഭവിക്കുന്ന സ്ഥാനങ്ങളെ ഭക്തിയോടെ ശ്രദ്ധിക്കുക എന്ന്. അതായത് എട്ടാമത്തെ വിദ്യയിലേക്ക്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ശ്വസന വിദ്യകളെല്ലാം തന്നെ വളരെ ശാസ്ത്രീയമായിരുന്നു. അവ ഒരു ലബോറട്ടറിയിലെ പരീക്ഷണം പോലെ കൃത്യവുമായിരുന്നു. എന്നാൽ നമ്മളിലെല്ലാവരും ശാസ്ത്രീയമായ മനസ്സുള്ളവരല്ലല്ലോ. എല്ലാവർക്കും ഒരേ തരത്തിൽ ധ്യാനം ചെയ്യുവാനും കഴിയില്ല. ചിലർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ്. അവർക്ക് വേണ്ടത് ഇവിടെ യുക്തിയല്ല, മറിച്ച് സ്നേഹവും ഭക്തിയുമാണ്. ശിവനിവിടെ ഈ എട്ടാമത്തെ വിദ്യയിൽ ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയ വിദ്യയിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല. ശ്വാസത്തിൻ്റെ സന്ധിസ്ഥാനങ്ങളിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട രീതിയാണ് ഇവിടെ മാറുന്നത്. അതിനായി ശിവൻ പറയുന്ന മനോഹരമായ വാക്കിതാണ് അങ്ങേയറ്റത്തെ ഭക്തിയോടെ എന്ന്. നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഒരാൾക്ക് തൻ്റെ സ്വന്തം ശ്വാസത്തോട് എങ്ങനെയാണ് ഭക്തി തോന്നുകയെന്ന്. ഭക്തി എന്നത് സാധാരണയായി പുറത്തുള്ള ഒരു ദൈവത്തോടാണല്ലോ നമ്മളെല്ലാവരും കാണിക്കാറുള്ളത്. എന്നാൽ തന്ത്രശാസ്ത്രം പറയുന്നത് പുറത്തുള്ള ഒരു ദൈവത്തെ തിരയുന്നതിന് മുൻപ് നമ്മളിലുള്ള ദൈവത്തെ കാണണമെന്നാണ്. ഈ വിദ്യയിൽ ശ്വാസം എന്നത് കേവലം ഒരു വായുവിൻ്റെ സഞ്ചാരം മാത്രമല്ല, മറിച്ചതൊരു നിവേദ്യമാണ്. ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അത് നമുക്കുള്ളിലെ ദൈവത്തിന് നൽകുന്ന ഒരു പുഷ്പാർച്ചനയാണെന്ന് നമ്മൾ സങ്കല്പിക്കണം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അത് ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നും നമ്മൾ കരുതണം. ഈ രണ്ട് ശ്വാസങ്ങളും തമ്മിൽ സന്ധിക്കുന്ന ആ നിഗൂഢ നിമിഷത്തെ കേവലം ഒരു ശാസ്ത്രീയ പോയിൻ്റായിട്ടല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ എത്ര പരിശുദ്ധമാണോ അത്രയും വിശുദ്ധമായിട്ടാണ് കാണേണ്ടത്. നമ്മൾ ശ്വാസം നിലയ്ക്കുന്ന ആ നിമിഷം മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പുകളാണ്. അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. നമ്മൾ ആ പോയിന്റിനെ അങ്ങേയറ്റത്തെ ആദരവോടെ വേണം സമീപിക്കാൻ. ഈ വിദ്യയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ അറിയുക എന്നൊരു പ്രയോഗമുണ്ട്. ഭക്തിയോടെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്വാസത്തെ നിരീക്ഷിക്കുന്ന ഒരാളായി മാറുകയാണല്ലോ. ആ നിരീക്ഷകനാണ് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മിൽ ഭക്തി കൂടുമ്പോൾ ശ്രദ്ധ എന്നത് അവിടെ തനിയെ സംഭവിക്കും. അതായത് സ്നേഹമുള്ളിടത്ത് ഏകാഗ്രതയ്ക്കായി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് സാരം. നോക്കൂ, നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഏകാഗ്രത ലഭിക്കില്ലേ? വേറെ ഒരു ചിന്തയുമില്ലാതെ അവരിൽ മുഴുകാൻ നമുക്ക് കഴിയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ശ്വാസത്തോടും നമുക്ക് അഗാധമായ ഒരു പ്രണയമുണ്ടാവണം. ആ ശ്വാസം തിരിയുന്ന സ്ഥാനങ്ങളെ
അങ്ങേയറ്റത്തെ വിനയത്തോടും ഭക്തിയോടെയും സ്നേഹത്തോടെയും നമ്മൾ നോക്കിക്കാണണം. നമ്മിലെ ഭക്തി എന്നത് നമ്മുടെ മുഴുവൻ ധ്യാനത്തെയും ഒരു നൃത്തമാക്കി മാറ്റുവാൻ കഴിവുള്ളതാണ്. ഭക്തിയില്ലാത്ത ഒരു ധ്യാനമെന്നത് ഒരു വരണ്ട മരുഭൂമി പോലെയാണ്. എന്നാൽ അവിടെ ഭക്തി കൂടിച്ചേരുമ്പോൾ അത് പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറും. അങ്ങേയറ്റത്തെ ഭക്തിയോടെ ആ തിരിവുകളിലേക്ക് ശ്രദ്ധയൂന്നിയാൽ അവിടെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തും. ഇതിനായി നമ്മൾ യുക്തിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട്. നമുക്കറിയാം, യുക്തി നമ്മെ ഇൻഫർമേഷനുകളിലേക്കാണ് സാധാരണ നയിക്കുന്നത്. എന്നാൽ ഭക്തിയോ? ഭക്തി നമ്മെ പരിവർത്തനത്തിലേക്കാണ് നയിക്കുന്നത്. ഇവിടെ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മതപരമായ വിശ്വാസത്തെ അല്ലട്ടോ, മറിച്ച് സ്വന്തം ജീവശ്വാസത്തോടുള്ള ആദരവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശ്വാസം നിന്നുപോയാൽ എല്ലാം തീരില്ലേ? ഈ തിരിച്ചറിവിൽ നിന്നുള്ള ഒരു നന്ദി പ്രകടനമാണ് ഈ ഭക്തി. നമുക്ക് ആ സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാം. ശ്വാസം നിലയ്ക്കുന്ന ആ നിമിഷം മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിർവരമ്പാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. സുഹൃത്തുക്കളെ, എട്ടാമത്തെ വിദ്യയിലെ ഏറ്റവും നിർണായകമായ വാചകമെന്നത് നിങ്ങളുടെ മനോഭാവം മാറണം എന്നതാണ്. സാധാരണയായി നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു വസ്തുവായിട്ടാണ് കാണാറുള്ളത്. ഒരു യന്ത്രത്തെ പോലെ ശ്വസിക്കുകയും ഒരു യന്ത്രം പോലെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വസ്തു. എന്നാൽ തന്ത്രശാസ്ത്രം അവിടെ വലിയൊരു ബോംബ് പൊട്ടിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരം എന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ക്ഷേത്രമാണ്. ശരീരത്തെ വെറുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ധ്യാനിക്കുവാനും കഴിയില്ല. ശരീരത്തെ ഈശ്വരൻ്റെ സമ്മാനമായി കണ്ടുകൊണ്ട് അതിനെ ആദരിക്കുക എന്നതാണ് നമുക്കുള്ള ആദ്യത്തെ പടി. ഓഷോ ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെയാണ് കാണുന്നതെന്നാണ്. മിക്ക മതങ്ങളും നമ്മെ പഠിപ്പിച്ചത് ശരീരം പാപത്തിൻ്റെ ഉറവിടമാണെന്നാണ്. ശരീരമെന്നത് അശുദ്ധമാണെന്നും അതിനെ അടിച്ചമർത്തണമെന്നുമാണ് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത്. എന്നാൽ ശിവൻ പാർവതിയോട് പറയുന്നത് മറ്റൊന്നാണ്. ഈ ശരീരം ദൈവികതയുടെ വാസസ്ഥലമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം അകത്തേക്ക് വലിക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമ ചൈതന്യവും കൂടിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ശ്വാസമകത്തേക്ക് വരുന്നത് നിർത്തുകയാണെങ്കിൽ നമ്മുടെ ഈ അറിവും പദവിയും സൗന്ദര്യവും എല്ലാം എവിടെ പോകും? നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം അപ്രസക്തമാകും. അപ്പോൾ ഈ ശ്വാസം എന്നത് നമ്മെ ചലിപ്പിക്കുന്ന ഈശ്വരൻ തന്നെയല്ലേ? അതുപോലെ തന്നെ ഈ വിദ്യ നമ്മിൽ ഫലിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തോടുള്ള സമീപനം മാറേണ്ടതുണ്ട്. നമ്മുടെ ഈ കൈകളൊന്ന് നോക്കണം. ഇത് പ്രവർത്തിക്കുന്നത് എത്ര അത്ഭുതകരമായാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ്, നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനം, ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്.
മറിച്ച് പ്രകൃതിയാണ് നമ്മളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം. അതുകൊണ്ടാണ് അങ്ങേയറ്റത്തെ ഭക്തിയോടെ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഈ ദിവ്യാത്ഭുതത്തോടുള്ള ആദരവിനെയാണ് നമ്മളിവിടെ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല യോഗികളും തങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുന്നവരാണെന്ന് ഓഷോ പറയാറുണ്ട്. അവർ തങ്ങളുടെ ശരീരത്തെ പ്രാണേശ്വരൻ്റെതെന്ന പോലെ ശുശ്രൂഷിക്കുന്നു. നമ്മൾ ഒരിക്കലും മറ്റൊരു വസ്തുവിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തോട് പെരുമാറരുത്. നമ്മുടെ ശരീരമെന്നത് അത് വളരെയേറെ പരിശുദ്ധമാണ്. ഈ ഭക്തി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം സന്ധിക്കുന്ന ആ 2 പോയിന്റുകൾ കേവലം ശാരീരികമായ ഒന്നല്ല, മറിച്ച് ദൈവത്തെ കണ്ടുമുട്ടുന്ന ശ്രീകോവിലായി മാറും. നമ്മൾ ശരീരത്തെ ഒരു അമ്പലമായി കണ്ടു തുടങ്ങുമ്പോൾ ആ അമ്പലത്തിൻ്റെ വാതിലുകളാണ് നമ്മുടെ ശ്വാസനാളി എന്നത്. ആ പ്രാണനെ ഭക്തിയോടെ സ്വീകരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അവിടെ കാവൽ നിൽക്കുന്ന ഭക്തനെ പോലെ ആകണം നമ്മുടെ ശ്രദ്ധ. അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും വിശ്വസ്തയോടെയും നമ്മൾ നമ്മുടെ ശ്വാസത്തെ നിരീക്ഷിക്കുമ്പോൾ ഇതറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മിലെ ആത്മാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളിലുള്ള മനോഭാവത്തിൻ്റെ അല്പമൊരു മാറ്റം അത് നമ്മുടെ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. നമ്മൾ ശ്വസിക്കുന്ന വായു കേവലം നൈട്രജനും ഓക്സിജനുമല്ല, അത് പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന പ്രാണനാണ്. ആ പ്രാണനെ ഭക്തിയോടെ സ്വീകരിക്കുക. ക്ഷേത്രം നമുക്കുള്ളിലാണ്. കല്ലിലും മണ്ണിലും ദൈവമുണ്ടെങ്കിൽ ജീവനുള്ള ഈ ശരീരത്തിൽ ദൈവമുണ്ടാകില്ലേ? ഈ തിരിച്ചറിവാണ് ഭക്തിയുടെ തുടക്കം. നമ്മുടെ ശാസ്ത്രം ശരീരത്തെ പഠിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ ഭക്തി ശരീരത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പൂവിനെ നോക്കുന്നത് പോലെ അത്ഭുതത്തോടെ സ്വന്തം ശരീരത്തെ നോക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഭക്തി എന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ തളച്ചിടേണ്ട ഒന്നല്ല. വിജ്ഞാൻ ഭൈരവ് തന്ത്രയിലെ ഈ 8ാമത്തെ വിദ്യ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാധാരണ പ്രവൃത്തിയും എങ്ങനെ അസാധാരണമായ ഒരു ആരാധനയാക്കി മാറ്റാം എന്നാണ്. ഓഷോ പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാകട്ടെ എന്ന്. എങ്ങനെയാണത് സാധ്യമാകുക? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നു എന്ന ബോധത്തിന് പകരം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവികതയ്ക്ക് നമ്മൾ നിവേദ്യം നൽകുന്നതാണെന്ന് സങ്കല്പിച്ചൂടെ? പക്ഷെ നമ്മുടെ മനോഭാവം മാറുമ്പോൾ എല്ലാം മാറിമറിയും. ആ ഭക്ഷണം കഴിക്കുന്ന രീതി മാറും, അതിൻ്റെ രുചി മാറും. നമ്മളൊരു ഭക്തനായി മാറും. നമ്മുടെ ശരീരം ആ നിവേദ്യം സ്വീകരിക്കുന്ന ഒരു ശ്രീകോവിലായി മാറും. നമ്മിലെ സാക്ഷിഭാവം ഭക്തിയോടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചെയ്യുന്നവൻ ദൈവമാണെന്നും നമ്മളത് കണ്ടു നിൽക്കുന്ന സാക്ഷിയാണെന്നും തോന്നി തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ചിന്തിക്കുക, നമ്മൾ വെറുതെ ശരീരം കഴുകുകയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യത്തെ നമ്മൾ അഭിഷേകം ചെയ്യുകയാണെന്ന്. നമ്മൾ നടക്കുമ്പോൾ ചിന്തിക്കാം, ഓരോ ചുവടും ഈ ഭൂമിദേവിയുടെ നെഞ്ചിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രണാമമാണെന്ന്. നമ്മൾ വെറുതെ കളിക്കുകയോ ചിരിക്കുകയോ ചെയ്യുമ്പോൾ പോലും നമുക്കുള്ളിലെ പരമാത്മാവ് ആനന്ദിക്കുകയാണെന്ന് നമുക്ക് കരുതാം.
പ്രിയമുള്ളവരെ, എന്തിനാണ് ഈ മാറ്റങ്ങളെല്ലാം? അതിൻ്റെ കാരണമെന്നത് എപ്പോഴും ഗൗരവത്തോടെ ധ്യാനിക്കാൻ എല്ലാവർക്കും കഴിയില്ല. എന്നാൽ ഭക്തിയുടെ പാതയിലൂടെ പോകുന്നവർക്ക് ജീവിതം ഒരു ലീലയാണ്, അതൊരു കളിയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെയും പ്രവൃത്തികളെയും ഈ രീതിയിൽ ദിവ്യവൽക്കരിക്കുമ്പോൾ ശ്വസനം എന്നത് ഒരു യാന്ത്രിക പ്രക്രിയയല്ലാതായി മാറും. ഓരോ ശ്വാസവും അകത്തേക്ക് വരുമ്പോൾ നമ്മൾ നമുക്കുള്ളിലെ ദൈവത്തിനൊരു പുഷ്പം അർപ്പിക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ ശ്വാസം തിരിയുന്ന ആ സന്ധിസ്ഥാനത്ത് ആ പുഷ്പം ഈശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിക്കപ്പെടും. പുറത്തേക്ക് പോകുന്ന ശ്വാസം ആ ഈശ്വരൻ്റെ പ്രസാദവുമാണ്. അങ്ങേയറ്റത്തെ ഭക്തിയോടെ ആ 2 നിശബ്ദ നിമിഷങ്ങളെ ശ്രദ്ധിക്കുക. അവിടെയാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മഹാബോധത്തെ കണ്ടുമുട്ടുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ നിസ്സാര കാര്യങ്ങളെയും പവിത്രമാക്കി മാറ്റുന്ന ഈ കലയാണ് ശ്വസന വിദ്യയെ ലളിതവും സുന്ദരവുമാക്കുന്നത്. നമ്മിലെ വിരസത അവിടെ അപ്രത്യക്ഷമാകും. പകരം ഒരു പുതിയ അത്ഭുതം അവിടെ ഉദയം ചെയ്യും. നമ്മളിപ്പോൾ ഭക്തിയുടെ കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണല്ലേ. ഈ വിദ്യയുടെ അവസാന വരികൾ എന്നത് അങ്ങേയറ്റത്തെ ഭക്തിയോടെ ശ്വാസത്തിൻ്റെ 2 സന്ധിസ്ഥാനങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുക, അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ അറിയുക എന്നതാണ്. എന്താണിത് അർത്ഥമാക്കുന്നത്? ഇത്രയും നേരം നമ്മൾ ദൈവത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. എന്നാൽ ഈ വിദ്യയുടെ അവസാനം ശിവൻ നമ്മളെ നമ്മിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരികയാണ്. ഭക്തി എന്നതൊരു പാലം മാത്രമാണ്. ആ പാലത്തിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് നമ്മുടെ തന്നെ ഉള്ളിലെ സാക്ഷിയിലേക്കാണ്. ഓഷോ ഇത് വിശദീകരിക്കുന്നത് വളരെ രസകരമായാണ്. നിങ്ങൾ അങ്ങേയറ്റത്തെ ഭക്തിയോടെ ശ്വാസത്തെ നിരീക്ഷിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളുണ്ടെന്ന്. ഒന്ന്, നിരീക്ഷിക്കപ്പെടുന്ന ശ്വാസം. 2, അത് നിരീക്ഷിക്കുന്ന നമ്മൾ ഭക്തിയോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഏകാഗ്രത എന്നത് അത്രമേൽ ആഴത്തിലുള്ളതായി മാറും. ഈ ആഴത്തിൽ വെച്ച് പെട്ടെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ആ തിരിച്ചറിവ് എന്നത് ഞാൻ ഈ ശ്വാസമല്ല, ഞാൻ ഈ ഭക്തിയുമല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോധമാണ് ഞാൻ എന്ന് നമ്മൾ തിരിച്ചറിയും. ഇതിനെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ അറിയുക എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ പുറത്തുള്ള വസ്തുക്കളെയാണ് അറിയാറുള്ളത് അല്ലേ? എന്നാൽ ഇവിടെ അറിവതിൻ്റെ ഉറവിടത്തിലേക്ക് തിരിയുകയാണ്. ഒരു ടോർച്ച് ലൈറ്റ് പുറത്ത് ഇരുട്ടിലേക്ക് അടിക്കുന്നതിന് പകരം അത് തനിയെ തിരിഞ്ഞ് അതിൻ്റെ ബൾബിലേക്ക് തന്നെ പ്രകാശം വീശുന്നത് പോലെയാണിത്. ഭക്തി നമ്മെ അത്രമേൽ നിർമ്മലനാക്കി മാറ്റും. ആ നിർമ്മലതയിൽ നമുക്കുള്ളിലെ അറിവ് സ്വയം ദർശിക്കും. ഈ വിദ്യയിൽ ഭക്തി ഒരു സഹായി മാത്രമാണ് കേട്ടോ. ശാസ്ത്രീയ ബുദ്ധിയുള്ളവർക്ക് നേരിട്ടിത് നിരീക്ഷിക്കാൻ കഴിയും. എന്നാൽ ഹൃദയമുള്ളവർക്ക് ഭക്തിയിലൂടെ മാത്രമേ ആ നിശബ്ദതയിൽ എത്താൻ കഴിയൂ. ശ്വാസമകത്തേക്ക് വന്ന് നിലയ്ക്കുന്ന ആ ഒരു നിമിഷം, ആ നിശബ്ദതയിൽ നമ്മുടെ ഈ ലോകമില്ല, ചിന്തകളില്ല, ശരീരമില്ല. അവിടെ കേവലമായ അറിവ് മാത്രം ബാക്കിയാകുകയാണ്. ആ അറിവിനെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തും. ഇവിടെ ദൈവവും ഭക്തനും ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്.
ആരാധിക്കുന്നവനും ആരാധിക്കപ്പെടുന്നവനും തമ്മിലുള്ള അകലം അവിടെ ഇല്ലാതാകുന്നു. അതൊരു നൃത്തമാണ്. അറിവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനും തമ്മിലുള്ള പ്രപഞ്ച നൃത്തം. ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ അമരത്വത്തെ തൊട്ടറിയും നമ്മൾ. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെന്നും ആ ക്ഷേത്രത്തിലെ ജീവനുള്ള പ്രതിഷ്ഠ നാമാണെന്നും നമ്മൾ തിരിച്ചറിയുന്ന ഒരു മഹാനിമിഷമാണത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആത്മീയ യാത്ര ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ വരണ്ട ഭൂമിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ പച്ചപ്പിലേക്കും യുക്തിയുടെ ലോകത്തു നിന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കും നാം ഇന്ന് സഞ്ചരിച്ചു. ഓർക്കുക, നമ്മുടെ ശരീരം വെറുമൊരു മൺകൂടല്ല. അത് ഈ പ്രപഞ്ചനാഥൻ വസിക്കുന്ന വിശുദ്ധമായ ഒരു ശ്രീകോവിലാണ്. ഓരോ ശ്വാസവും ആ ദൈവികതയ്ക്കുള്ള പുഷ്പാർച്ചനയാണ്. നമ്മൾ ഇതുവരെ അലഞ്ഞത് പുറത്തുള്ള ക്ഷേത്രങ്ങളായിരുന്നു അല്ലേ? എന്നാൽ ശിവഭഗവാൻ ഇന്ന് നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ മഹാക്ഷേത്രമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ പ്രഭാതത്തിൽ നിങ്ങൾ ഉണരുമ്പോൾ, അങ്ങേയറ്റത്തെ ഭക്തിയോടെ നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് നോക്കണം. ആ ശ്വാസം അകത്തേക്ക് വന്ന് തിരിയുന്ന ആ നിഗൂഢമായ നിമിഷത്തിൽ, ആ നിശബ്ദതയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദർശിക്കും. അവിടെ ദൈവവുമില്ല, ഭക്തനുമില്ല. മറിച്ച് സമുദ്രത്തിൽ അലിഞ്ഞ ഉപ്പുതരി പോലെ നിങ്ങൾ ആ പ്രപഞ്ചബോധത്തിൽ ഒന്നായി മാറും. സ്നേഹത്തിലൂടെയല്ലാതെ മറ്റൊന്നിലൂടെയും സത്യത്തെ അറിയാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉത്സവമാക്കുക. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഒരു വഴിപാടാക്കുക. സ്നേഹമായിരിക്കുക, പ്രാർത്ഥനയായിരിക്കുക. ഈ ജ്ഞാനത്തിൻ്റെ തിരി നിങ്ങളുടെ ഉള്ളിൽ എന്നും തെളിഞ്ഞു നിൽക്കട്ടെ. ഈ വിശുദ്ധമായ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.